നാളെ ഈ സമയമാകുമ്പോഴേക്കും നെഞ്ചിടിപ്പ് ഉച്ചസ്ഥയിലെത്തും. 3 മുന്നണികൾക്കും നെഞ്ചിടിപ്പേറ്റുന്ന കണക്കാണ് നമുക്ക് ഇലക്ഷൻ കമ്മീഷനിൽ നിന്ന് കിട്ടുന്നത്. അന്തിമ കണക്കുകളിൽ മുന്നണികൾ ഏതു തരത്തിലാണ് വിശ്വാസം അർപ്പിച്ചിരിക്കുന്നത്? ഗുഡ് മോർണിംഗ് ജോഷി. വെരി ഗുഡ് മോർണിംഗ് അരുൺകുമാർ. നമുക്കറിയാം, ഈ 3 ഇടങ്ങളിൽ ഉപതെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ ഏറ്റവും വാശിയേറിയ ഇഞ്ചോടിഞ്ച് മത്സരം നടന്നത് പാലക്കാടെന്ന് പറയാതെ വയ്യ. കാരണം ത്രികോണ മത്സരത്തിന് അരങ്ങൊരുങ്ങി ഏറെക്കാലത്തിന് ശേഷമാണ് പാലക്കാട് ഇങ്ങനെയുള്ള ഒരു വാശിയേറിയ മത്സരം നടക്കുന്നത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിലൊക്കെ NDA UDF തമ്മിലുള്ള നേർക്കുനേർ മത്സരമായിരുന്നു. ഈ തവണ ചിത്രത്തിലേക്ക് LDF കൂടി വന്നതോടാണ് ത്രികോണ മത്സരം വന്നത്. ഏതായാലും മത്സരം അവസാനിച്ചു, വോട്ടെടുപ്പ് പൂർത്തിയായി. എന്നിട്ടും ആരോപണങ്ങളുണ്ട്, പ്രത്യാരോപണങ്ങളുണ്ട്, വാദപ്രതിവാദങ്ങളുണ്ട്, അവകാശവാദങ്ങളുണ്ട്. ഇന്നലെ പകൽ മുഴുവൻ സമാനമായി തന്നെ ഇന്ന് പകലും അവകാശവാദങ്ങളുമായി മുന്നണികൾ രംഗത്തെത്തും. UDFനും LDFനും NDAക്കും പാലക്കാട് ഒരുപോലെ വിജയപ്രതീക്ഷയുണ്ട്. അവർ കണക്ക് കൂട്ടിയും കിഴിച്ചും തങ്ങളുടെ വിജയപ്രതീക്ഷകൾ മാധ്യമങ്ങളുമായി പങ്കുവയ്ക്കുന്നു. ഏതായാലും നാളെ ഒരു പകൽ, അതിനൊപ്പം ഒരു രാത്രി, ഏതാണ്ട് ഒരു ദിവസത്തെ കാത്തിരിപ്പ് മാത്രമാണ്. നാളെ ഏതാണ്ട് ഈ സമയമൊക്കെ നെഞ്ചിടിപ്പ് ഉച്ചസ്ഥായിലാണ് നേതാക്കളുടെ, സ്ഥാനാർത്ഥികളുടെ. ഏതാണ്ട് 8:30 ആദ്യ ഫലസൂചനകൾ. 14 ടേബിളുകൾ യന്ത്രങ്ങൾ, ഈ ബാലറ്റ്, ഈ വോട്ടിംഗ് യന്ത്രങ്ങളിൽ നിന്നും വോട്ടെണ്ണാൻ ഒരുക്കിയിട്ടുണ്ട്. തപാൽ വോട്ടുകളടക്കം എണ്ണാൻ 5 ടേബിളുകൾ വിക്ടോറിയ കോളേജിൽ തയ്യാറാക്കി കഴിഞ്ഞു. ഓഡിറ്റോറിയത്തിൽ ഏതാണ്ട് 11 മണിയോടെ പൂർണ്ണഫലം പുറത്തു വരുമെന്ന കണക്കുകൂട്ടലാണുള്ളത്. 14 റൗണ്ടായി വോട്ടെണ്ണൽ നടക്കും. 1,36,000 ചില്ലാണ് വോട്ട് പോൾ ചെയ്തിട്ടുണ്ട്. ഏതായാലും ഇതിൽ ആദ്യത്തെ കൗണ്ടിംഗ് തുടങ്ങുക മുനിസിപ്പാലിറ്റിയിൽ നിന്നാണ്. പതിവ് പോലെ തന്നെ കൽപ്പാത്തിയിലെ AUP സ്കൂളിൽ തുടങ്ങുന്ന കൗണ്ടിംഗ് അത് അവസാനിക്കുക കണ്ണാടി പഞ്ചായത്തിലാണ്. ഏതായാലും അതൊരു സസ്പെൻസ് ത്രില്ലർ ആയിരിക്കും വോട്ടെണ്ണൽ എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. സ്വാഭാവികമായിട്ടും ആദ്യത്തെ 1-2 മണിക്കൂർ പാലക്കാട് NDA സ്ഥാനാർത്ഥി C കൃഷ്ണകുമാർ തന്നെ ലീഡ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. കാരണം മുനിസിപ്പാലിറ്റി കൽപ്പാത്തിയിൽ നിന്ന് എണ്ണി തുടങ്ങുമ്പോൾ അത് BJPയുടെയൊക്കെ ശക്തി കേന്ദ്രങ്ങളാണ്. അവിടെ എണ്ണി തുടങ്ങിയ കൽപ്പാത്തി പക്ഷേ കഴിഞ്ഞ തവണ ഷാഫി പറമ്പിലിനും വലിയ ലീഡ് ഉണ്ടായിരുന്ന ഒരു മേഖലയാണ്. പക്ഷേ ആ മേഖലയിൽ ഇത്തവണ C കൃഷ്ണകുമാർ ലീഡ് ചെയ്യും എന്നാണ് BJP കണക്കാക്കുന്നത്. പക്ഷേ യഥാർത്ഥ പോരാട്ടം തുടങ്ങുന്നത് പിരായിരി, മാത്തൂർ, കണ്ണാടി ഈ പഞ്ചായത്തുകളിലേക്ക് ഇറങ്ങുമ്പോഴേക്കായിരിക്കും. അതൊരു 9:30-10 മണിയോടുകൂടി മാത്രമായിരിക്കും അവിടേക്ക് വരിക. അവിടേക്ക് വരുമ്പോഴാണ് മത്സരം ടൈറ്റ് ആവാൻ പോകുന്നത്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, അപ്പോൾ പ്രേക്ഷകർ കാത്തിരിക്കുക. സരിൻ ഒരു ഡാർക്ക് ഹോഴ്സ് ആവുമെന്ന്, കറുത്ത കുതിരയായിട്ട് അവതരിക്കുമെന്നുള്ളതാണ്. കാരണം അവിടെ ഒരു തീർത്തും അപ്രസക്തമെന്ന് കരുതിയിരുന്ന ഒരാള് പെട്ടെന്ന് പ്രസക്തമായി. സരിൻ കൂടുതൽ വോട്ട് പിടിച്ചാൽ അതെ, അത് രാഹുലിനെ സംബന്ധിച്ച് സ്പോയിലർ ആവും. സരിൻ എത്ര അധികം വോട്ട് പിടിക്കുന്നോ അത് രാഹുലിനെ സംബന്ധിച്ച് സ്പോയിലർ ആവും എന്ന കാര്യത്തിൽ സംശയമില്ല. ചെറിയൊരു സരിനുണ്ട് കേട്ടോ. ഈ കൽപ്പാത്തിയുടെ കാര്യം പറഞ്ഞില്ല, കൽപ്പാത്തിയിൽ BJPക്ക് കിട്ടേണ്ട വോട്ടുകൾ ഒരുപക്ഷെ പിടിക്കാൻ സരിന് സാധിക്കും. അദ്ദേഹത്തിന്റെ വ്യക്തിപ്രഭാവം, അദ്ദേഹത്തിന്റെ പ്രൊഫഷണൽ മികവ്, ഇതെല്ലാം തെരഞ്ഞെടുപ്പിൽ വോട്ടാകുമെന്ന പ്രതീക്ഷയിലാണ് CPM. കാത്തിരിക്കുകയാണ്. പക്ഷേ ഇപ്പോഴും ഒരു സ്ലൈറ്റ് എഡ്ജ് രാഹുൽ മാങ്കൂട്ടത്തിലുണ്ട് എന്നാണ് നിരീക്ഷകർ പറയുന്നത്. കാരണം മണ്ഡലത്തിന്റെ രാഷ്ട്രീയ സ്വഭാവം അങ്ങനെയായതുകൊണ്ട് എത്രയെത്ര പ്രളയം വന്നാലും കുത്തിയൊലിച്ചു പോകാത്തൊരു വോട്ട് ബാങ്ക് UDFന് പാലക്കാടുണ്ട് എന്ന ആത്മവിശ്വാസത്തിലാണ് പാലക്കാട്, പ്രത്യേകിച്ച് പിരായിരിയിൽ. പക്ഷേ ഇത്തവണ ഒരു 6.5% കുറവ് പിരായിരിയിലുണ്ട്. ആ 6% കുറവ് 3 മുന്നണികൾക്കും ഒരേപോലെയാണെങ്കിൽ രാഹുലിനെ അത് ബാധിക്കില്ല. അതല്ല, UDF ക്യാമ്പിലാണ് വലിയ വിള്ളൽ ഉണ്ടായിരിക്കുന്നതെങ്കിൽ അത് UDFനെ സംബന്ധിച്ച് അല്പം ആശങ്ക ഉണ്ടാക്കുന്നതുമാണ്. എന്തായാലും മുന്നണികൾ 3 വലിയ ആശങ്കയിൽ തന്നെയാണ്. കടുത്ത ത്രികോണ മത്സരത്തിൻ്റെ പ്രതീതിയാണ് അവസാന മണിക്കൂറുകളിലും നമുക്ക് കിട്ടിയത്. അതുകൊണ്ട് പ്രിയപ്പെട്ട പ്രേക്ഷകർ കാത്തിരിക്കുക. ഒരിക്കൽ കൂടി പറയുന്നു, നാളെ രാവിലെ ഒരു പക്ഷേ വോട്ടെണ്ണി തുടങ്ങുമ്പോൾ BJP ആയിരിക്കും പാലക്കാട് ആദ്യം മുനിസിപ്പാലിറ്റി ലീഡ് ചെയ്യുക. UDFിൻ്റെ കാര്യം അറിയണമെങ്കിൽ അല്പം കൂടി നമ്മൾ കാത്തിരിക്കണം. പിരായിരിയിലേക്കും മാത്തൂരിലേക്കും കണ്ണാടിയിലേക്കും എത്തണം. അതുകൊണ്ട് ആദ്യ മണിക്കൂറുകളിലെ ഫലസൂചന ഒരു യഥാർത്ഥ ഫലത്തിൻ്റെ പ്രതിഫലനമാണെന്ന് പറയുക വയ്യ.